إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിനെ കുറിച്ച് എല്ലാ രക്ഷിതാക്കളും നല്ല ബോധവാന്മാരാണ്. വിദ്യാഭ്യാസം നൽകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അധികം ആളുകളും പറയുന്ന മറുപടി മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എന്നായിരിക്കും. എന്നാൽ ഭൗതിക നേട്ടങ്ങൾക്ക് ആവശ്യമായ പരിശീലനം മാത്രം നൽകിപ്പോരുന്ന ആധുനിക വിദ്യാഭ്യാസ രീതി പലപ്പോഴും അവിടെ പാലിക്കപ്പെടേണ്ട ധാർമ്മികതയുടെയോ നീതിയുടെയോ വിദ്യകൾ അവിടെ അഭ്യസിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം അറിവിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം വിദ്യാഭ്യാസത്തെ ശക്തമായി പ്രോത്സാഹിപ്പിച്ച മതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദിവ്യ സന്ദേശവും അത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനം ഇറങ്ങുന്നത് തന്നെ.
അതിന്റെ അവതരണം തന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന കൽപ്പനയാണ് എന്നതാണ് ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാൻ സാധിക്കും മനുഷ്യനെ വേർതിരിക്കുന്ന ഘടകങ്ങളിൽ ധാരാളം ഘടകങ്ങളിൽ ഒന്നായി ഖുർആൻ എണ്ണുന്നത് മനുഷ്യൻ ആർജിക്കുന്ന അറിവിനെയാണ്. വിശുദ്ധ ഖുർആന്റെ ചോദ്യം ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, നിങ്ങളിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ തുല്യവാന്മാരാകുമോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, തീർച്ചയായും ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പഠിക്കുന്ന അതുപോലെ വിദ്യാഭ്യാസം ആർജിച്ചെടുക്കുന്ന ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് വ്യക്തമായ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നതാണ്. ഇഹലോകത്ത് മികച്ച ജോലിയും സമ്പത്തും നേടിയെടുക്കാൻ കഴിയുന്ന അറിവാണ് ആധുനിക വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഈ അറിവുകൾ നേടുക എന്നത് ഇസ്ലാം അതിനെ എതിർക്കുന്ന കാര്യമല്ല, അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നില്ല. ആധുനികമായ വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഭൗതിക സൗകര്യങ്ങളും നേട്ടങ്ങളും പൂർണ്ണമായി വിസ്മരിക്കുന്നില്ല ഇസ്ലാം എന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, നിങ്ങൾ ആധുനികമായ ദുനിയാവിന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാളും പ്രാധാന്യമായി നിങ്ങൾ കാണേണ്ടത് നാളെ ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ അതിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ആർജിച്ചെടുക്കുവാനുള്ള ഇൽമും അറിവും വിദ്യാഭ്യാസവുമാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് എന്നത്. അതുകൊണ്ട് തന്നെ വെറും ഇഹലോകം മാത്രമാക്കരുത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെയാണ് പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ദീൻ എന്നത് സംരക്ഷിക്കുക എന്നത് ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യതയാണ്. നല്ല വിദ്യാഭ്യാസവും നല്ല സൗകര്യങ്ങളും അന്വേഷിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ദീൻ സംരക്ഷിക്കുക എന്നത് രക്ഷിതാക്കളുടെ കടമയും ബാധ്യതയുമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മികച്ച അക്കാദമിക നിലവാരവും സൗകര്യങ്ങളും മാത്രമാക്കരുത് നമ്മുടെ ചിന്ത എന്നത്. ദീൻ മുറുകെ പിടിച്ചു നിൽക്കാൻ, അങ്ങനെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ മാത്രമാകണം നമ്മുടെ മക്കൾക്ക്. അവരുടെ തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അവരുടെ പഠനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എന്റെ മകനെ എന്റെ മകളെ ഏത് സ്ഥാപനങ്ങളിൽ കൊണ്ടു ചേർത്താലും അവിടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ചുറ്റുപാടും സാഹചര്യങ്ങളും ഉണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. കാരണം നശ്വരമായ ഇഹലോക ജീവിതം എന്നത് അത് താൽക്കാലികമായ നമ്മെ വഞ്ചിക്കുന്ന അലങ്കാരവും ആർഭാടവുമാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹബുൻ, അത് നിങ്ങളെ ചതിച്ചു കളയുന്ന, വഞ്ചിച്ചു കളയുന്ന അലങ്കാരങ്ങൾ മാത്രമാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ധാരാളം സമ്പത്തും ആ ധാരാളം സമ്പത്തുകൾ ചിലവഴിക്കുന്ന ഈ ലോകമല്ല, പരലോകമാണ് ഏറ്റവും ഉത്തമവും നാളെ അനന്തമില്ലാതെ അറ്റമില്ലാതെ നിലനിൽക്കുന്നതും എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വലദ്ദാറുൽ ആഖിറതു ഖൈറുൻ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ.
എന്നും നിലനിൽക്കുന്നത് അത് ആഖിറമാണ്. ദുനിയാവ് എന്നത് താൽക്കാലികമായി നമ്മുടെ ആയുസ് കഴിയുന്നതുവരെ ഈ ലോകത്ത് ജീവിക്കാൻ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള താൽക്കാലികമായ ഒരു വാസസ്ഥലം മാത്രമാണ്. ആ വാസസ്ഥലത്ത് അതിന്റെ അലങ്കാരങ്ങളിലും അതിന്റെ ആസ്വാദനങ്ങളിലും വഞ്ചിതരായി പോകരുത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ആ പരലോകത്ത് രക്ഷ ലഭിക്കുന്ന അറിവ് നശ്വരമായ ഈ ലോകത്ത് നേടുന്നവരായി അങ്ങനെയുള്ള ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസം നേടുക എന്നത് അത് അനിവാര്യമായ കാര്യമാണ്. അത് നേടാൻ ഇസ്ലാം പഠിപ്പിച്ച കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർദ്ധിച്ചു കിട്ടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ കാണാം, വഖുൽ റബ്ബി സിദ്നി ഇൽമ. ഇൽമ് അധികരിച്ച് കിട്ടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അത് എങ്ങനെയുള്ള അറിവാണ്? ഉപകാരപ്പെടുന്ന അറിവായിരിക്കണം. അറിവ് നേടുന്നത് ഉപകാരപ്പെടുന്നതിന് മാത്രമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം പതിവാക്കിയിരുന്ന പ്രാർത്ഥന കാണാം. നമ്മൾ രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അതിന്റെ അവസാനങ്ങളിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ ورزقا طيبا وعملا متقبلا اللهم إني أسألك علما نافعا അല്ലാഹുവേ, നിന്നോട് ഞാനിതാ എനിക്ക് ഉപകാരപ്രദമായ അറിവ് നേടുന്നതിനെ കുറിച്ച് അതിനെ ഞാൻ ചോദിക്കുന്നു എന്ന് ആ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും. അറിവ് എന്നത് എങ്ങനെയെങ്കിലുമുള്ള അറിവ് നേടിയാൽ പോരാ. ആ അറിവ് നേടുന്നതിലൂടെ അത് ഉപകാരപ്രദമായ അറിവായിരിക്കണം. നമ്മൾ സ്കൂളിൽ പോയി കലാലയങ്ങളിൽ പോയി നമ്മൾ അറിവ് നേടുന്നു. ആ അറിവ് കൊണ്ട് യാതൊരു ഉപകാരമില്ലെങ്കിൽ ആ നേടുന്ന അറിവ് പ്രയോജനപ്പെടുകയില്ല. നമ്മൾ മദ്രസകളിലും അതുപോലെ ഇസ്ലാമികമായ സ്ഥാപനങ്ങളിലും പോയി ഇസ്ലാമികമായ അറിവ് നേടുന്നു. ആ അറിവ് നേടിയത് കൊണ്ട് ജീവിതത്തിൽ ഒരു ഗുണവുമില്ലെങ്കിൽ അത് പ്രയോജനപ്രദമായ അറിവല്ല. നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പഠിക്കുന്നു, നോമ്പിനെ കുറിച്ച് പഠിക്കുന്നു. നിസ്കരിക്കാതിരുന്നാൽ അതിന് പരലോകത്ത് ശിക്ഷയുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു. പക്ഷേ അയാൾ നിസ്കാരം നിസ്കരിക്കുന്നില്ല എങ്കിൽ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ ആ അറിവ് നേടിയത് കൊണ്ട് കാര്യമായില്ല. അത് ഉപകാരപ്രദമാകണമെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തിക രംഗത്ത് അത് കൊണ്ടുവരണമെന്നതാണ്. അപ്പോഴാണ് ഉപകാരപ്രദമാകുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, റബ്ബേ ഉപകാരപ്രദമായ അറിവിനെ ഞാനിതാ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ കാരണം. ഇനി മാത്രമല്ല, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് രക്ഷ നേടുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദുആഇൻ ലാ യസ്മഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും, ഭയമില്ലാത്ത ഹൃദയത്തിൽ നിന്നും, തൃപ്തിയില്ലാത്ത ശരീരത്തിൽ നിന്നും ഞാനിതാ നിന്നോട് സംരക്ഷണം, രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അവിടെയും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്. യാതൊരു ഉപകാരവുമില്ലാത്ത, പഠിച്ചിട്ടും അറിവ് ആർജിച്ചിട്ടും അതുകൊണ്ട് ഒരു ഗുണവുമില്ലാത്ത, നേട്ടവുമില്ലാത്ത അറിവ്, അതിൽ നിന്ന് രക്ഷ ഞാൻ തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും അതല്ലെങ്കിൽ ഇസ്ലാമികമായ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിലും ഇനി കലാലയങ്ങളൊക്കെ കഴിഞ്ഞുപോയ ആളുകളാണെങ്കിലും ഈ പ്രാർത്ഥന നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഉണ്ടാകും, നമ്മുടെ വായനകളിൽ നിന്ന് കിട്ടുന്ന അറിവുണ്ടാവും, കാഴ്ചയിലൂടെ കേൾവിയിലൂടെ കിട്ടുന്ന അറിവുകൾ, അതെല്ലാം അത് ഉപകാരപ്രദമാകുന്ന അറിവായിരിക്കണം. അങ്ങനെ ഉപകാരപ്രദമാകുന്നത് ഉപകാരപ്രദമല്ലാത്തത് കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും അത് ഹൃദയത്തിലേക്ക് പതിക്കുന്ന നിന്നൊക്കെ നമ്മൾ അല്ലാഹുവോട് നിരന്തരം രക്ഷ തേടണമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഉപകാരപ്പെടുന്ന മതപരമായ അറിവ് മാത്രമാണ്
നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. മക്കൾ ഉപകാരപ്പെടാനും നേടിയ അറിവ് അവർക്ക് ഉപകാരപ്പെടാനും കഴിയുന്നത് മതപരമായ അറിവ് നേടുന്നതിലൂടെ മാത്രമാണ് എന്നത് നാം മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, إذا مات الإنسان انقطع عنه عمله إلا من ثلاث. ഒരാൾ മരണപ്പെട്ടാൽ ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും അതുവരെ അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടു നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയാണ്. ആ മരണപ്പെട്ട് ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 3 കാര്യങ്ങളെ ഒഴികെ എല്ലാം അവരിൽ നിന്നും മുറിഞ്ഞു പോകുന്നതാണ് എന്നതാണ്. നമ്മൾ നല്ല സൗകര്യമുള്ള ആധുനികമായ സൗകര്യങ്ങളുള്ള നല്ല വീട് വെച്ചിട്ടുണ്ട്. പക്ഷെ മരണപ്പെട്ടാൽ ആ വീട് അവിടെ ബാക്കിയാക്കി നമ്മൾ ഖബറിലേക്ക് പോവുകയാണ്. നമ്മുടെ ഭാര്യമാരെ ഒഴിവാക്കി നമ്മൾ ഖബറിലേക്ക് പോവുകയാണ്. നമ്മൾ സമ്പാദിച്ച കോടിക്കണക്കിന് ബാങ്ക് ബാലൻസുകൾ അതിലൊക്കെ അനന്തരാവകാശികളായി മറ്റുള്ള ആളുകൾ വരികയാണ്. ഈ ദുനിയാവിൽ നമ്മൾ നേടിയത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിന് പിന്നീട് നമ്മൾ അവകാശികളല്ല, എല്ലാം അവിടെ മുറിഞ്ഞുപോയി. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവരിൽ നിന്നും മുറിഞ്ഞു പോകുമെന്നാണ്. അതെന്താണ് ആ 3 കാര്യങ്ങൾ? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ഏറ്റവും നല്ല നിലനിൽക്കുന്ന ദാനധർമ്മം, സദഖത്തുൻ ജാരിയ, അത് മാത്രമാണ് ഉപകാരപ്പെടുക. അത് ഖബറിലേക്ക് എന്നും ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കുന്നത് വരെ അത് ഖബറിലേക്ക് അതിന്റെ പുണ്യം ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുമെന്നതാണ്. എന്താണ് സദഖത്തുൽ ജാരിയ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു മതസ്ഥാപനത്തിന് ഒരു പള്ളി എടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം അത് എത്ര ആളുകൾ ഖിയാമത്ത് നാൾ വരെ ആ മസ്ജിദിൽ വന്ന് നമസ്കരിക്കുന്നുണ്ടോ അവരുടെ ഓരോ സുജൂദിനും അവരുടെ ഓരോ റുകൂഇനും അവരുടെ ഓരോ പ്രാർത്ഥനകൾക്കും അവരുടെ ഓരോ ഖിറാഅത്തിനും അതിന്റെ എല്ലാം പ്രതിഫലം അയാൾക്ക് കിട്ടുന്നത് പോലെ ഖബറിലേക്ക് നാളെ നമ്മൾക്കും കിട്ടുമെന്നതാണ്. ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ മദ്രസകൾക്ക് വേണ്ടി അറബി കോളേജുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികളുണ്ടോ ഖിയാമത്ത് നാൾ വരെ അവിടെ നിന്ന് അറിവ് നേടുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ അറിവ് നേടിയത് ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവർ കാരണത്താൽ നല്ല അറിവുകൾ ആരിലേക്കെല്ലാം എത്തിയിട്ടുണ്ടോ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അതിന് തുല്യമായത് നാളെ നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്നതാണ്. അതാണ് സദഖത്തുൽ ജാരിയ എന്ന് പറഞ്ഞാൽ. രണ്ടാമതായി ഔ ഇൽമുൽ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. നമ്മളൊരു ഉപകാരപ്രദമായ അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് വരും. ഖിയാമത്ത് നാളിൽ മരിക്കുന്നത് വരെ നമ്മുടെ ഖബറിലേക്ക് വരുമെന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉപകാരപ്രദമായ അറിവ്, ഈ അറിവ് പ്രകാരം നിങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിന്റെ പ്രതിഫലം നാളെ ഖബറിലേക്ക് എന്റെ ഖബറിലേക്ക് വരും. ഞാൻ മരണപ്പെട്ടാലും ആരെല്ലാം എന്റെ ഉപദേശം കേട്ട് എന്റെ ഈ ഒരു ഇൽമിയായ ഉപകാരപ്രദമായ അറിവ് കേട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് എനിക്ക് ഉപകാരപ്പെടും. എനിക്കാരാണോ ഈ അറിവ് നൽകി തന്നത്, പകർന്നു തന്നത്, എന്റെ അധ്യാപകർക്ക് ഉസ്താദുമാർക്ക് അത് ഖബറിലേക്ക് കിട്ടും, അവരുടെ ഉസ്താദുമാർക്ക് അത് ഖബറിലേക്ക് കിട്ടും. അങ്ങനെ മുറിയാത്ത ചെങ്ങലയായി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് വരെ ആ അറിവ് കൊണ്ട് ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ ഖബറിലേക്ക് അത് എത്തുമെന്നതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഔ വലദിൻ സാലിഹിൻ യദൂല, നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണശേഷം നമ്മുടെ ഖബറിന്റെ അരികിൽ വന്ന് നമ്മുടെ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി റബ്ബേ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ മാഫിറത്ത് നൽകണമേ എന്ന് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങളല്ലാത്ത ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുമെന്നതാണ്. അതാണ് മതപരമായ അറിവ് നേടുന്നത് കൊണ്ടുള്ള നേട്ടം എന്നത് നാം മനസ്സിലാക്കണം. മാത്രമല്ല മതപരമായ അറിവിന്റെ നേട്ടങ്ങൾ ധാരാളമായി പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ നേടുന്ന മതപരമായ അറിവിൽ നിന്ന് ധാരാളം നേട്ടങ്ങളുണ്ട് എന്നതാണ്. ഒന്ന്, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് അവർ.
പ്രവാചകന്മാർ ഈ ദുനിയാവിൽ വിട്ടേച്ചു പോയത് ദീനാറുകളും ദിർഹമുകളുമല്ല. അവർ വിട്ടേച്ചു പോയ അനന്തര സ്വത്ത് എന്നത് ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ വ ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ നിശ്ചയമായും അറിവുള്ളവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. പ്രവാചകന്മാർ ദീനാറുകളോ ദിർഹമുകളോ അല്ല അനന്തരമായി ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത്, മറിച്ച് അറിവാണ് എന്നതാണ്. അപ്പോ അറിവ് നേടുന്ന ആളുകൾ പ്രവാചകന്മാരുടെ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായിട്ടാണ് വരുന്നത് എന്നതാണ് ഒന്നാമത്തെ നേട്ടമെന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത്, അറിവ് എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു അവർക്ക് നന്മ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അറിവ് നൽകുകയുള്ളൂ എന്നാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അറിവ് നൽകുകയുള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നൽകുകയില്ല. അറിവ് നേടിയവരുണ്ടോ? ഉപകാരപ്രദമായ ഇസ്ലാമികമായ മതപരമായ അറിവ് നേടിയിട്ടുണ്ടോ? അവർക്ക് അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ ഇഷ്ടവും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അവഗാഹമുള്ള നല്ല അറിവുള്ള പാണ്ഡിത്യമുള്ളവരായി മാറ്റുമെന്നതാണ്. അതൊരു ഗുണമാണ്. അതുപോലെ അറിവ് ലഭിച്ചവർ അവർ ഉന്നതമായ പദവിയിലായിരിക്കും. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായ അറിവ് നേടിയ ആളുകളെ അവരുടെ ദറജകൾ, അവരുടെ പദവികൾ അല്ലാഹു അവർക്ക് ഉയർത്തി കൊടുക്കുമെന്നതാണ്. അതുപോലെ അറിവുള്ളവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കും. അറിവുള്ളവർക്ക് മാത്രമാണ് അല്ലാഹുവിനെ കൂടുതൽ ഭയപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിങ്ങളിൽ അറിവുള്ളവരാണ് അല്ലാഹുവിനെ ധാരാളമായി ഭയപ്പെടുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ച ആൾ, നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും പഠിച്ച ആൾ, പരലോകത്ത് നാളെ പോയി നിൽക്കേണ്ടി വരുമെന്ന ആ വിചാരണ നാളിനെ കുറിച്ച് അറിവുള്ള ഒരാൾ, ഇങ്ങനെ ദീനീപരമായ അറിവുള്ള ഒരാൾക്ക് അയാൾക്ക് അല്ലാഹുവിനെ ധാരാളമായി ഭയപ്പെടാൻ സാധിക്കും. ആ ഭയപ്പാടിൽ നിന്ന് അയാൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. നമസ്കാരം ഉപേക്ഷിക്കാൻ, നോമ്പ് ഉപേക്ഷിക്കാൻ, സകാത്ത് ഉപേക്ഷിക്കാൻ, ദാനധർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ, ഇങ്ങനെ നല്ല നല്ല കർമ്മങ്ങളെ ഉപേക്ഷിക്കാനും അവഗണിക്കാനും അവർക്ക് സാധ്യമാവുകയില്ല. ഹറാമുകൾ ചെയ്യാൻ, തിന്മകൾ കാണാൻ, തോന്നിവാസങ്ങൾ ചെയ്യാൻ, കളവുകൾ പറയാൻ, വ്യഭിചരിക്കാൻ, കള്ളുകുടിക്കാൻ, ശിർക്ക് ചെയ്യാൻ, വിദ്യാർത്ഥികൾ ചെയ്യാൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ, അനുസരണക്കേട് കാണിക്കാൻ, ഇങ്ങനെ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത തിന്മകൾ, ആ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അറിവുള്ള ആളുകളാണ് എങ്കിൽ ഭയപ്പാടുകൊണ്ട് അവർ മാറി നിൽക്കുമെന്നതാണ്. അതാണ് അറിവുള്ള ആളുകൾക്ക് അല്ലാഹുവിനെ ധാരാളമായി ഭയപ്പാടോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനി വിദ്യാഭ്യാസം നേടാൻ നമ്മൾ പ്രേരിപ്പിക്കണം. മതപരമായ സ്ഥാപനങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കാൻ നാം തയ്യാറാകണം. ഏറ്റവും നല്ല ബുദ്ധിയും കഴിവുമുള്ള കുട്ടികളാണ് മതസ്ഥാപനങ്ങളിൽ പഠിച്ചു വളരേണ്ടത്. ഇന്നെന്താണ് നമ്മുടെ അവസ്ഥ? 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നാൽ, മാർക്ക് കുറഞ്ഞാൽ, A+കൾ കുറഞ്ഞാൽ അവരെ നമ്മൾ അറബി കോളേജുകളിലേക്കും മതസ്ഥാപനങ്ങളിലേക്കും വിടും. എല്ലാ വിഷയത്തിലും A+ ഉള്ള കുട്ടിയാണ് എങ്കിൽ അത്തരം ബുദ്ധിപരമായ വളർച്ചയുള്ള കുട്ടികളെ അവരെ നമ്മൾ എൻട്രൻസിനും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ വിട്ട് അവരെ എഞ്ചിനീയറും ഡോക്ടറും അതുപോലെയുള്ള ആളുകളാക്കി മാറ്റാനാണ് നമ്മൾ പരിശ്രമിക്കാറുള്ളത്. ഇങ്ങനെയല്ല, നമ്മൾ ഉണ്ടാകേണ്ടത് ഏറ്റവും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എങ്കിൽ, കഴിവുള്ള കുട്ടികളാണ് എങ്കിൽ അവർ ഖുർആൻ പഠിക്കട്ടെ, അവർ ഹദീസുകൾ പഠിക്കട്ടെ, അവർ ചരിത്രങ്ങൾ പഠിക്കട്ടെ. ഇസ്ലാമിന് നേരെ വരുന്ന വിമർശനങ്ങളുടെ കൂരമ്പുകൾക്ക് മറുപടി പറയാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. അങ്ങനെയുള്ള മക്കളായി വളർത്താൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിക്കണം. മാത്രമല്ല അവർ ദീൻ പഠിക്കുമ്പോഴാണ് അത് അവർക്കും
മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമാകുക എന്നതാണ്. നമ്മുടെ കബറിലേക്ക് നമ്മൾ മരിച്ചാലും നേരത്തെ പറഞ്ഞ പോലെ മുറിയാത്ത ചങ്ങലകളായി ആ നന്മകൾ കിട്ടണമെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്തിന് മുന്നിൽ നിന്ന് എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് മാഫിറത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുള്ള മക്കളായി മാറണം. എത്രയോ എഞ്ചിനീയറായ ആളുകൾ, ഡോക്ടറായ ആളുകൾ ഉപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ ആ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകളൊന്ന് ചെല്ലാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ദീൻ പഠിക്കുമ്പോഴാണ് നമുക്ക് ഉപകാരപ്രദമായി മാറുകയുള്ളൂ എന്നതാണ്. മക്കളെ ഡോക്ടറാക്കാൻ വിടണ്ട എന്നതല്ല, മക്കളെ എഞ്ചിനീയറാക്കാൻ വിടണ്ട എന്നതല്ല, അതുപോലെയുള്ള മറ്റു ജോലികളിലേക്കും അത്തരം കാര്യങ്ങളിലേക്കും പഠിപ്പിക്കേണ്ട എന്നതല്ല പറഞ്ഞു വരുന്നത്. അത്തരം പഠനങ്ങളിലും അത്തരം കോഴ്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നതിലൂടെ എന്റെ മകന് നിസ്കാരം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവൻ ഖുർആൻ പാരായണം ഓതുന്നത് അവൻ അവസാനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ദീനീയ ചുറ്റുപാടുകളിൽ ദീനിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും ആർജിച്ചെടുക്കുവാനുള്ള ആളുകളായി മാറണം. ഖുർആൻ പഠിച്ച ഡോക്ടറാകണം, ഹദീസുകൾ പഠിച്ച ഡോക്ടറാകണം, ഖുർആൻ അറിയുന്ന എഞ്ചിനീയർ ആകണം, മതപരമായി എഴുമുള്ള എഞ്ചിനീയർ ആകണം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഡോക്ടറും എഞ്ചിനീയറുമാകണം. മാതാപിതാക്കൾ മരിച്ചാൽ അവരുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഡോക്ടറും എഞ്ചിനീയറായും ആയി മാറണം. അങ്ങനെയുള്ള മക്കളാണ് നാളെ നമുക്ക് ഉപകാരപ്രദമാകുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക സ്ഥാപനത്തിൽ എവിടെയും അവർക്ക് അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ ഏതെങ്കിലും അറബിക് കോളേജിൽ ചെന്ന് ചേർക്കുന്ന പ്രവണത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മതത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന മക്കളായി മാറുന്ന അത്തരം അങ്ങനെ ചിന്തിക്കുന്ന രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്കൂളുകളും മദ്രസകളൊക്കെ തുറക്കുന്ന ഈ ഒരു വേളയിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ധാരാളം നിർബന്ധ ബാധ്യതകളുണ്ട്. ഇനി ഈ ഭൗതിക സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുകയാണെങ്കിലും രക്ഷിതാക്കൾ എന്ന നിലക്ക് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മതപരമായ അന്തരീക്ഷം നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അത്തരം സ്ഥാപനങ്ങളുടെ അടുത്ത് അവർക്ക് നമസ്കരിക്കുവാനുള്ള പള്ളികളോ അതല്ല നമസ്കാരം നിലനിർത്താൻ കഴിയുന്ന സ്കൂളുകളും സ്ഥാപനങ്ങളുമാണോ? ജുമുഅ നമസ്കരിക്കാൻ വെള്ളിയാഴ്ചയായാൽ അതിന് സൗകര്യമുണ്ടോ, സാധ്യമാകുമോ എന്നുള്ള ആലോചനകളും ചിന്തകളും ആ നിലക്കുള്ള സ്ഥാപനങ്ങളിലാണ് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ചേർക്കേണ്ടത്. നമസ്കാരം എപ്പോഴും മക്കളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. നമസ്കാരം കൊണ്ട് നമ്മൾ വസിയ്യത്ത് ചെയ്യണം. ഇന്നലെ നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗസ്മരണയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈദ് ആഘോഷിച്ചു. ഈ ത്യാഗസ്മരണ നമ്മൾ ഇന്നലെ ഖുതുബയിൽ സൂചിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്റെ മക്കളെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് ഉണ്ടായത്. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ മക്കളെ കുറിച്ച് പരാതികൾ പറയാറുണ്ട്. എന്റെ മകൻ നമസ്കരിക്കുന്നില്ല, അവൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല, അനുസരണക്കേട് കാണിക്കുന്നു.
എന്താണ് കാരണം? രക്ഷിതാക്കൾ നിലക്ക് നമ്മളാണ് കാരണക്കാർ. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകണം മക്കൾ നന്നാകാൻ, അവർ നമസ്കരിക്കുന്ന ആളുകളാകാൻ. ഉപദേശം മാത്രം പോരാ, ഉപദേശിക്കുന്നതോടൊപ്പം പ്രാർത്ഥനകളും ഉണ്ടാകണം. അതോടൊപ്പം നമ്മൾ അവർക്ക് റോൾ മോഡലായി മാറുകയും ചെയ്യണം. നമ്മൾ നമസ്കരിക്കുന്നത് അവർ കാണണം. നമ്മൾ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അവരെ കൂടെ കൊണ്ടുവരണം. അങ്ങനെ മാതൃക ഉള്ള രക്ഷിതാക്കളായി മാറണം. മാത്രമല്ല ഇസ്ലാമികമായ വസ്ത്രധാരണം അനുവദിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്നത് നമ്മൾ അന്വേഷിക്കണം. ആൺകുട്ടികളുടെ വസ്ത്രം എന്നത് നമ്മൾ യൂണിഫോമൊക്കെ അടിക്കാൻ തയ്യൽ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടാകും. അത്തരം ആൺകുട്ടിയുടെ വസ്ത്രം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരുടെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ് പോകുന്നത് എങ്കിൽ നരകത്തിലാണ് എന്നതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ യുകല്ലിഹുമുല്ലാഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്ത 3 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞത് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴിക്കുന്ന ആളുകളെന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ നമ്മൾ അത്തരം ഇസ്ലാമികമായ വസ്ത്രം ശീലിപ്പിച്ചു കൊണ്ടുവരണം. ഇനി പെൺകുട്ടികളുടെ യൂണിഫോമിന്റെ അവസ്ഥ എന്താണ്? അത് ധരിക്കുമ്പോൾ ഇസ്ലാമികമായ മാന്യമായ വസ്ത്രമാണോ എന്നത് പരിശോധിക്കണം. തലയിൽ തട്ടമിടുമ്പോ മുടി പുറത്ത് കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കഴുത്തിന്റെ ഈ ഭാഗം ഇത് ഔറത്താണ്, അത് കാണുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാൽപാദം ഔറത്താണ്. കാല് മറച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ പെൺമക്കളെ നമ്മൾ പറഞ്ഞയക്കേണ്ടത്. ഇതൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ഗൗരവമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ആ വസ്ത്രം ധരിച്ചതിന്റെ കാരണത്താൽ, എങ്ങനെ വസ്ത്രം ധരിച്ചു? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലത്തുൻ റൂസുൻ കാസ്ലിമത്തിൽ മുഖ്ലിൽ മായില ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റീഹഹാ. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണോ? ഔറത്ത് മറക്കാൻ. എന്നാൽ ഔറത്ത് മറയാത്ത വസ്ത്രം. തട്ടമിട്ടിട്ടുണ്ട്, മുടി പുറത്താണ്. ടൈറ്റ് ഫിറ്റായ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന, ഇറുകി നിൽക്കുന്ന വസ്ത്രം. അങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് ആടിക്കുഴഞ്ഞ് കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ അവർ സ്വർഗത്തിന്റെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ് റസൂൽ പറയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്നതാണ്. വസ്ത്രത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ കഴിയണം. ദീൻ മുറുകെ പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന നല്ല കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാകാൻ നമ്മൾ ഉപദേശം നൽകണം. ഇന്നെന്താണ് ക്യാമ്പസിലുള്ള അവസ്ഥകൾ നമ്മൾ പറയേണ്ടതില്ലല്ലോ. വൃത്തികേടുകളും ആവാസങ്ങളും അതുപോലെ മയക്കുമരുന്നുകളും തോന്നിവാസങ്ങളുമെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ക്യാമ്പസുകളിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കേവലം റാങ്കുകളും എ+കളും മാത്രമല്ല വിജയം, അത് മാത്രമല്ല ജീവിതം എന്നത് നാം മനസ്സിലാക്കണം. അതിനപ്പുറം മാന്യതയും സഹജീവി സ്നേഹവും നമ്മൾ ബോധ്യപ്പെടുത്തണം. നാളെ പരലോകത്ത് ആത്യന്തികമായ ജീവിതം വരാനുണ്ട് എന്നതിനെ കുറിച്ച് മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടക്കവും ഒതുക്കവും വിനയവും മുഖമുദ്രയാക്കി അധ്യാപകരെയൊക്കെ അനുസരിച്ച് വളരുന്ന നല്ല കുട്ടികളായി വളർത്തിയെടുക്കുവാൻ നമ്മൾ മക്കൾക്ക് ഉപദേശം നൽകണം. മതബോധമുള്ള, മതത്തെ ബഹുമാനിക്കുന്ന അധ്യാപകരാണോ എന്നതിനെ കുറിച്ചും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെ സ്ഥാനം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് അർഹിച്ച ആദരവും ബഹുമാനവും നൽകുവാനും നമ്മൾ മക്കളെ പ്രേരിപ്പിക്കണം. നിരന്തരം അന്വേഷണങ്ങൾ ഉണ്ടാകണം. മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ഇടപെടാൻ കഴിയുന്നതും അങ്ങനെ ഇടപെടാൻ കഴിയുന്ന സ്ഥാപനങ്ങളായിരിക്കണം എന്നതാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ മക്കളുമായി നമ്മൾ
അവരെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടു ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന അനേകം കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഏറ്റവും നല്ല സമൂഹത്തിനും വീടിനും നാടിനുമെല്ലാം ഗുണപ്രദമായ മക്കളായി മാറ്റുന്നതിൽ, അങ്ങനെ നല്ല വിദ്യാഭ്യാസം നേടുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വലുതും ചെറുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയവരാണ്. എല്ലാം അറിയുന്ന റബ്ബേ, ഞങ്ങൾക്ക് പാപങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കുകയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. എരിപൊരി കൊള്ളുന്ന ഭയാനകമായ ഭീകരമായ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുവേ, നാളെ പരലോകത്ത് നിന്റെ ഹർഷിന്റെ തണലിൽ സുഖിക്കുന്ന 7 വിഭാഗം ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കൾ കരുണ കാണിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളെ, രോഗങ്ങളെ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വേദനകൾ അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീ മായ്ച്ചു കൊടുക്കുകയും പകരമായി സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളെ ഏറ്റവും നല്ല ഹലാലായ രൂപത്തിൽ അത് ദൂരീകരിച്ചു കൊടുക്കുവാനുള്ള നല്ല മാർഗം നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم.